തട്ടിപ്പിനിരയായി ഗായിക KS ചിത്ര. സൈബർ ലോകത്തെ തട്ടിപ്പുകൾ ഇപ്പോൾ പുതുവഴി തേടുകയാണ്. ആവശ്യങ്ങളും വഴികളും ഇരകളെയും മാറ്റിയാണ് ഇപ്പോൾ തട്ടിപ്പു സംഘത്തിന്റെ പോക്ക്. ആദ്യകാലത്ത് പ്രമുഖരെയോ സമ്പന്നരെയോ മാത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സാധാരണക്കാരിലേക്കും എത്തിയിരിക്കുന്നു. കൂടാതെ സാധാരണക്കാരുടെ ഐഡന്റിറ്റിയാണ് തട്ടിപ്പിനായി ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ഐഡന്റിറ്റിയിലാണ് തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗായിക KS ചിത്രയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഗായികയുടെ പേരിൽ വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ തുക ലഭിക്കുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ഈ സന്ദേശം വ്യാജമാണെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കാണിച്ച ഗായിക തന്നെ ഇപ്പോൾ സന്ദേശം പങ്കുവച്ചതോടെയാണ് തട്ടിപ്പിനെ കുറിച്ച് പലരും ബോധവാന്മാരായത്. KS ചിത്രയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. അക്കൗണ്ടിൽ നിന്ന് പലരോടായി പണം ആവശ്യപ്പെട്ട മെസ്സേജുകൾ പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദേശം ലഭിച്ചവർ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നാലെ ഇത് ചിത്രചേച്ചി തന്നെയാണോ എന്നും ചോദിച്ചു. അതിന് അതെ എന്ന തരത്തിൽ മറുപടികൾ അയക്കുകയും കൂടുതൽ ചാറ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ വിവരങ്ങൾ ചിത്രയുടെ അടുത്ത വൃത്തങ്ങളാണ് ഔദ്യോഗികമായി അറിയിച്ചത്. ഇതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. താൻ പിന്നണി ഗായികയും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറുമാണെന്നാണ് വ്യാജ അക്കൗണ്ടിൽ നിന്നും അയച്ച മെസ്സേജിൽ പറയുന്നത്. ഞാൻ KS ചിത്ര, ഇന്ത്യൻ പിന്നണി ഗായികയും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറുമാണ്. ഇങ്ങനെ മലയാളത്തിലാണ് പലർക്കും ലഭിക്കുന്ന സന്ദേശം. റിലയൻസിൽ 10,000 രൂപ നിക്ഷേപിച്ചാൽ ഒരാഴ്ചയ്ക്കിപ്പുറം 50,000 രൂപയാക്കി മടക്കി തരുമെന്നും താല്പര്യമുണ്ടെങ്കിൽ നിക്ഷേപം എങ്ങനെ തുടങ്ങണമെന്ന് തന്നോട് ചോദിച്ചാൽ മതിയെന്നുമാണ് വ്യാജ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തന്റെ പേരിലെ സന്ദേശങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്നും ആരും തട്ടിപ്പിന് ഇരയാകരുതെന്നുമാണ് KS ചിത്ര ആരാധകരോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ചിത്രയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഈ വാർത്ത ഔദ്യോഗികമായി അറിയിച്ചത്. ഇത് കൂടാതെ ചിത്ര ആരാധകർക്ക് ഐഫോൺ അടക്കമുള്ള സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്നും ടെലഗ്രാം വഴിയും മെസ്സേജുകൾ പോയിരിക്കുന്നു. ഇതൊക്കെ തന്നെയും വ്യാജമാണെന്നും ചിത്ര വിശദമാക്കുന്നുണ്ട്. അതേസമയം സൈബർ ലോകത്തെ തട്ടിപ്പുകൾ ഇത്തരത്തിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മിക്കയിടങ്ങളിലെയും മേഖലകളിലും പോലീസ് സ്റ്റേഷൻ പരിധിയുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് തട്ടിപ്പുകൾ സംബന്ധിച്ച ബോധവൽക്കരണം നടത്തുകയാണ്. സൈബർ വോളണ്ടിയേഴ്സ് വഴി സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് സോഷ്യൽ മീഡിയ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതാണ് ഈ പദ്ധതി. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവർ സൈബർ സെല്ലിന്റെ ടോൾ ഫ്രീ നമ്പറായ 1930 എന്ന നമ്പറിൽ ഉടൻ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്നാണ് സൈബർ പോലീസ് സെൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തട്ടിപ്പിന് ഇത്തരത്തിൽ ഇരയാകുന്നവർ ഇപ്രകാരം ആദ്യ 3 മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ തട്ടിപ്പ് നടത്തിയ ആളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ നിരവധി ഓൺലൈൻ തട്ടിപ്പുകളാണ് സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൽ ഒരു കേസും പണം നൽകി ഒത്തുതീർപ്പാക്കാൻ നിയമം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസും പണം നൽകിയാൽ കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന് പറയുകയില്ല. നിയമപരമായ നടപടി മാത്രമേ പോലീസിന് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ വെർച്വൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് ഇല്ല. അതിനാൽ തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതെ തന്നെ എല്ലാവരും നോക്കണമെന്നാണ് പോലീസും അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഫോൺ കോളുകൾ, ഇന്റർനെറ്റ് ഫോൺ കോളുകൾ എന്നിവ അറിയാവുന്ന നമ്പറുകളാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അത്തരത്തിലുള്ള കോളുകൾ അറിയാമെങ്കിൽ മാത്രം എടുക്കുക. OTP ചോദിച്ചിട്ടുള്ള ഫോൺ വിളികളും ഉറപ്പുവരുത്തി ശ്രദ്ധിച്ച് മാത്രമേ ഉത്തരം നൽകാവൂ. മാത്രമല്ല, മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉടൻ തന്നെ സെറ്റിംഗ്സിൽ കയറി ഫോൺ റീസെറ്റ് ചെയ്യണം. അത്യാവശ്യമുള്ള ഫോൺ നമ്പർ മറ്റൊരിടത്തേക്ക് സേവ് ചെയ്ത ശേഷം ഇത്തരത്തിൽ ചെയ്താൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാം. ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്താലും ഇപ്രകാരം ചെയ്യണം. സെക്യൂരിറ്റി ഉറപ്പാക്കാൻ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ അക്കൗണ്ടുകളിൽ ഉറപ്പാക്കണമെന്നും സൈബർ ടീം പറയുന്നുണ്ട്.